CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ലോക്സഭയിലെ തോൽവി, കേരള കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഉൾപ്പെടെ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയാകാൻ സാധ്യത. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കോട്ടയം ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ MV ഗോവിന്ദൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അല്പസമയം മുമ്പാണ് ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദിയിൽ അതിൻ്റെ സമീപത്തായിട്ട് പതാക ഉയർത്തിയത്. അതിനുശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇപ്പോൾ ദീപശിഖ തെളിയിക്കാൻ വേണ്ടിയുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ചർച്ചയാകുന്ന, പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ CPM-ന് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചത് കേരള കോൺഗ്രസിൻ്റെ വരവോട് കൂടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ആ ഒരു തിരിച്ചടി അതൊരു വലിയ ഒരു തർക്കത്തിന് കാരണങ്ങളായിട്ടുണ്ടായിരുന്നു കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളടക്കം സജീവ ചർച്ചയായി വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ സുരേഷ് കുറുപ്പ് അദ്ദേഹത്തെ കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും വിശദമായ ചർച്ചകൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ, വിശദമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള ആ ഒരു ബന്ധം, അത് താഴെത്തട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാലായിലടക്കം നമ്മൾ കണ്ടതാണ്. നേർക്ക് അണികൾ തമ്മിൽ ഒരു തർക്കത്തിലേക്ക് പോകുന്നേക്ക് ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം സജീവ ചർച്ചയായിട്ട് ഈ 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും